അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ, ആ ഒരു റൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അതിൽ ആർട്ടിക്കിൾ 32 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു പേഴ്സണ് എന്തെങ്കിലും സിറ്റിസന് സുപ്രീം കോടതിയെ സമീപിക്കാം, എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്സിന് വേണ്ടി, എന്തെങ്കിലും ഒരു കേസിൻ്റെ അല്ലെങ്കിൽ ഹർജി ഫയൽ ചെയ്യാൻ സുപ്രീം കോടതിനെ സമീപിക്കാം. അതാണ് ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റുന്ന ആ രൂപത്തിൽ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. അപ്പോൾ ഈ ആർട്ടിക്കിൾ ത്രൂ നമുക്ക് സുപ്രീം കോടതിയെയും അതുപോലെ തന്നെ ഹൈക്കോടതിയെയും സമീപിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്സുകളുണ്ട്, ഹർജികളുണ്ട്. ആ ഹർജികളെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ, സെർട്ടിയോററി ആൻഡ് കോ വാറൻറ്റോ. ഇതാണ് 5 റിട്സുകൾ അല്ലേ. ഇനി ഈ 5 റിട്സുകളിൽ ഓരോന്നും എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ്, ഹേബിയസ് കോർപ്പസ്. Habeas corpus is a Latin phrase meaning to have the body. ഇതൊക്കെ വന്നിട്ടുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഓരോ ലാറ്റിൻ വേർഡാണ്, ഇംഗ്ലീഷ് വേർഡല്ല, ലാറ്റിൻ വേർഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഹാവ് ദ ബോഡി, ടു ഹാവ് ദ ബോഡി എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശരീരം ഏറ്റെടുക്കാം, അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലൊരു അർത്ഥം വരുന്നത്. അപ്പോൾ അതായത് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക, കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഡർ ബൈ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു ഡിറ്റൈനിങ് അതോറിറ്റി ടു പ്രൊഡ്യൂസ് ദ ഡിറ്റൈൻഡ് പേഴ്സൺ ബിഫോർ ദ കോർട്ട് സോ ദാറ്റ് ദ കോർട്ട് മേ എക്സാമിൻ വെദർ ദ പേഴ്സൺ ഹാസ് ബീൻ ലോഫുള്ളി ഡീറ്റൈൻഡ് ഓർ നോട്ട്. അതായത് ഈ ഒരു ഹർജി സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്നതാവും. ഏത് സന്ദർഭങ്ങളിലാണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ തടങ്കലിൽ വെച്ചിട്ട് ന്യായമായിട്ടാണോ അല്ലെങ്കിൽ അന്യായമായിട്ടാണോ എന്നുള്ളത് പരിശോധിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഹർജിയാണ് ഈ ഹേബിയസ് കോർപ്പസ്. അത് സുപ്രീം കോടതിക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് പരിഗണിക്കാം. If the court is convinced that the person is illegally detained, it can issue orders for release. അങ്ങനെ കോടതി എന്ത് ചെയ്യുന്നത് പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ ഇല്ലീഗലായിട്ടാണ് എന്ത് ചെയ്യുന്നതുണ്ട്, തടവിലാക്കിയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും അതിവരെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ ഇറക്കാനുള്ള അധികാരവും എന്തുണ്ട്, ഈ കോടതിക്ക് ഉണ്ട്. ഓക്കെ. In India, it is issued not only against the state but also against the private individuals or organization if necessary. In India, ഇന്ത്യയിൽ എന്താണ് ഈ ഹേബിയസ് കോർപ്പസ് ഹർജി ഉണ്ടല്ലോ, ഇത് പുറപ്പെടുവിക്കുന്നത് സ്റ്റേറ്റിനെതിരെ മാത്രമല്ല, അതായത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു വ്യക്തിയെ അന്യായമായിട്ട് ഇതുപോലെ തടങ്കലിൽ വെച്ചിട്ട് കോടതി ഇടപെടുന്ന സന്ദർഭങ്ങളിൽ മാത്രമല്ല ഈ ഹർജി പരിഗണിക്കുന്നത്, മറിച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അന്യായമായി ഇതേ രൂപത്തിൽ തടങ്കലിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ എല്ലാം ഹനിച്ചുകൊണ്ട് ഇതുപോലെ ഒരു തടങ്കലിലേക്ക് ആക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതുപോലെയുള്ള ഹർജികൾ നമുക്ക് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ സമർപ്പിക്കാവുന്നതാണ്. ഒക്കെ മനസ്സിലായല്ലോ. In England, the Habeas Corpus Act came into being in 1679. ഇംഗ്ലണ്ടിൽ ഈ ഒരു നിയമം വന്നിട്ടുള്ളത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1679 എന്ത് ചെയ്യുന്നുള്ളത്, ഹേബിയസ് കോർപ്പസ് ഉള്ള ഈ റിട്ട് വന്നിട്ടുള്ളത്. ഈ നെക്സ്റ്റ് പറയുന്നത് മാൻഡമസ് എന്ന ഒരു റിറ്റിനെ കുറിച്ചാണ്. മാൻഡമസ് ഈസ് അനദർ ലാറ്റിൻ വേർഡ് മീനിങ് കമാൻഡ്. മാൻഡമസ് എന്നുള്ളതും എന്താണ്, ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമാൻഡ്, ഞാൻ കൽപ്പിക്കുന്നു എന്നർത്ഥം. ഓക്കെ. ഇറ്റ് ഈസ് ആൻ ഓർഡർ ഫ്രം ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ടു പബ്ലിക് അതോറിറ്റി ടു പെർഫോം ആൻ ആക്ട് വിച്ച് ഫോൾസ് വിത്തിൻ ഇറ്റ്സ് ഡ്യൂട്ടി.
അതായത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒരു പബ്ലിക് അതോറിറ്റിയോട് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും ഫോൾസ് സംഭവിച്ചാൽ അവരോട് അത് ചെയ്യാൻ കൽപ്പിക്കാൻ അധികാരം നൽകുന്ന ഹർജി അല്ലെങ്കിൽ ആ ഒരു റിട്ടാണ് എന്ത് മാൻഡമസ് കമാൻഡ് എന്നർത്ഥം വരുന്നത് അല്ലേ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു സെക്യൂർ ദ പെർഫോമൻസ് ഓഫ് പബ്ലിക് ഡ്യൂട്ടീസ് ആൻഡ് എൻഫോഴ്സ് പ്രൈവറ്റ് റൈറ്റ്സ് വിത്ത് ഹെൽഡ് ബൈ പബ്ലിക് അതോറിറ്റി. അതായത് ഇതെന്താ ചെയ്യുന്നത്, ഉറപ്പ് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകൾ അല്ലേ, അവരിലെ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടേതായിട്ടുള്ള രാജ്യത്തെ ജനങ്ങളുടെ ഓരോ റൈറ്റ്സുകളും ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളും അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സുഗമമായിട്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ശരിക്കും അവരുടെ ഡ്യൂട്ടി നല്ല രൂപത്തിലെടുത്താൽ മാത്രമേ എന്തായിരിക്കും ജനങ്ങളുടെ ജീവിതം വളരെയധികം അവരുദ്ദേശിച്ച രൂപത്തിൽ സമാധാനപരമായിട്ടും അവരുടെ അവകാശങ്ങളും ആഗ്രഹങ്ങളൊക്കെ നല്ല രൂപത്തിൽ നടന്നു പോകുന്ന രൂപത്തിൽ ഉണ്ടാവുള്ളൂ. അവരവരുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തിയാൽ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, അവരുടെ ഈ പീപ്പിൾസിൻ്റെ റൈറ്റ്സ് നേരവണ്ണം പോകുന്ന രൂപത്തിലാവില്ല. അപ്പോൾ ഇത് ചെയ്യാത്ത സന്ദർഭങ്ങളിൽ അവരോട് അത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു റിട്ടാണ് എന്ത് മാൻഡമസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ട് പല സന്ദർഭങ്ങളും ഇതുപോലെ കെട്ടിടത്തിന് നമ്പർ കിട്ടുന്നത്, അതുപോലെ തന്നെ പെർമിഷൻ കിട്ടുന്നത്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങളും ചില ഓഫീസുകളിലൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ട് അത് നടക്കാതെ വരുന്ന സന്ദർഭങ്ങളും അങ്ങനെ പല ബുദ്ധിമുട്ടാകുന്നൊക്കെ സന്ദർഭങ്ങളുണ്ടാകും. അന്യായമായിട്ട് പല കാരണങ്ങൾ പറഞ്ഞ് അവരെ ഇറക്കി വിടുന്നൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഈ പബ്ലിക് അതോറിറ്റിയോട് അവരുടെ ഡ്യൂട്ടി നേരാവണ്ണം ചെയ്യാൻ കൽപ്പിക്കുന്ന ഒരു റിറ്റും കൂടിയാണ് എന്ത് മാൻഡമസ്. നെക്സ്റ്റ് റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ. റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ റിറ്റ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു ദ ലോവർ കോർട്ട് ഓർ ട്രൈബ്യൂണൽ ഫോർബിഡിങ് പെർഫോമിംഗ് ആൻ ആക്ട് ഔട്ട്സൈഡ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നൽകുന്ന റിട്ടാണ് എന്ത് ആർക്കെതിരെ അല്ലെങ്കിൽ ആരോടാണ് നൽകുന്നത്, ടു ദ ലോവർ കോർട്ട്, ഒന്നെങ്കിൽ ഒരു കീഴ്ക്കോടതിക്ക് നൽകുന്ന ഒരു റിട്ടാവാം, അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഏതെങ്കിലും സംഘടനകൾക്ക് ഫോർബിഡിങ് പെർഫോമിംഗ് ആൻ ആക്ട് ഔട്ട്സൈഡ് ഇസ് ജൂറിസ്ഡിക്ഷൻ. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു കേസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിധി കൽപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് അവരുടെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യത്തിലായിരിക്കും ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ശരിക്കും അത് അവരുടെ അധികാര പരിധിയിൽ പെടുന്നത് കാര്യമല്ല. അങ്ങനെ അന്യായമായിട്ട് അവർ വിധി കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നത് അവരോട് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമ്മൾ കൊടുക്കുന്ന ഹർജിയാണ് റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ അല്ലേ. അപ്പോൾ ലോവർ കോർട്ട് ചിലപ്പോൾ ആ ഒരു കേസിൻ്റെ വിധി എന്തായാലും സുപ്രീം കോടതിയിലായിരിക്കാനും ശരിക്കും അത് യഥാർത്ഥത്തിൻ്റെ വിധി പറയേണ്ടത്, അല്ലെങ്കിൽ ഹൈക്കോടതി ആയിരിക്കാനും അതിൻ്റെ വിധി പറയുന്നത്. ലോവർ കോർട്ടിന് അല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ അതിന് ഉള്ള അധികാരം ഉണ്ടാവില്ല. പക്ഷേ ഇനി അതുപോലെ തന്നെ ചിലപ്പം ആ കേസ് അവർ വിധി പറഞ്ഞതും നീതിപൂർവമല്ലാത്ത രൂപത്തിലായിരിക്കാം, അങ്ങനെയും സംഭവിക്കാം. അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പുനർപരിശോധന ഹർജി അല്ലെങ്കിൽ വീണ്ടും ഒരു ഹർജി നമുക്ക് എവിടെ കൊടുക്കാം, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കൊടുക്കാം. ഓക്കെ. It lies only against the body exercising public functions of jurisdiction or quasi-judicial character. അതായത് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഹർജി ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പബ്ലിക് ഓഫീസ് ഇതിപ്പോൾ ശരിക്കും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല. ഇത് ജുഡീഷ്യൽ ഓർ ക്വാസി ജുഡീഷ്യൽ ക്യാരക്ടർ, അതായത് ഒന്നുകിൽ നീതി നിർവഹണ വകുപ്പ്, അതായത് കോടതി അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ. അതുപോലെ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷന്, മനുഷ്യാവകാശ സംഘടന, ഇവരൊക്കെ എന്തെങ്കിലും വുമൻസ് കമ്മീഷൻ, ഇവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വിധി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ വിധി ചിലപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കില്ല വേണ്ടത്.
വേണ്ടത്. അതിനേക്കാളും ഒന്നും കൂടെ ആ വിധിയെ പഠിച്ചിട്ട് കൂടുതലായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അപ്പോൾ അത് സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഹർജി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുകിൽ ജുഡീഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ ഇങ്ങനത്തെ 2 തരത്തിലുള്ള കേസുകളുമായിട്ടാണ് നമുക്ക് എന്താണ് ഏത് റിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. മനസ്സിലായല്ലോ. നെക്സ്റ്റ് സെർട്ടിയോററി. സെർട്ടിയോററി എന്നുള്ള റിട്ട്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, this is a writ issued by the Supreme Court or High Court requesting the records of a case tried in the lower court. അതായത് ലോവർ കോടതിയിൽ, കീഴ്ക്കോടതിയിൽ, അതുപോലെ സിവിൽ കോടതികളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്തെങ്കിലും ഒരു കേസ് നടന്ന് ആ കേസിൻ്റെ റെക്കോർഡ്സ്, അതിൻ്റെ മുൻപ് നടന്നുള്ള രേഖകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ആ കേസിൻ്റെ റെക്കോർഡ്സുകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന റിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിട്ട് ഓഫ് സെർട്ടിയോററി. അതായത് ഇപ്പോൾ സുപ്രീം കോടതി നമ്മൾ വരെ ഹർജി കൊടുത്തു. അപ്പം സുപ്രീം കോടതി എന്ത് പറയും, കീഴ്ക്കോടതിയുടെ ഈ കേസിൻ്റെ ഇതുവരെ നടന്നുള്ള വിചാരണയുടെ എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സും കൈമാറാൻ പറയും, വീണ്ടുമുള്ളൊരു വിചാരണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഈ ഒരു റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് to quash or cancel an order which has been made without jurisdiction. അതായത് ഇത് ചിലപ്പം ക്യാൻസലാക്കാൻ, അപ്പോൾ അതുവരെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ലോവർ കോർട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലാക്കാനുള്ള അധികാരം ആർക്കുണ്ട്, ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിക്കുണ്ട് അല്ലേ. കാരണം അത് ന്യായപരമല്ലാത്ത രൂപത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ വിചാരണ തുടങ്ങാൻ, ആ കേസിൻ്റെ വാദം കേൾക്കാനൊക്കെ തുടങ്ങാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ഉണ്ട്. ഓക്കെ. ഇറ്റ് റിക്വയർസ് ദാറ്റ് ദ മാറ്റർ ഇൻ ലോവർ കോർട്ട് ബി ബ്രോട്ട് ബിഫോർ എ superior court so that the latter may deal with it. അപ്പം ആദ്യം എവിടെയാണ്, ലോവർ കോർട്ടിലായിരിക്കും അത് നടന്നിട്ടുള്ളത്, പിന്നെ അത് സുപ്രീം കോടതിയിലേക്ക് അല്ലെങ്കിൽ ഹയർ കോർട്ടിലേക്ക് പോകും. അതായത് ഹയർ കോർട്ട് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഹൈക്കോടതി ആവാം, സുപ്രീം കോടതി ആവാം. എന്നിട്ട് വീണ്ടും ശേഷം അതായിരിക്കും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ആയിരിക്കും ആ കേസിൻ്റെ പ്രൊസീഡിങ്സ് നടത്തുക. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കേസ് ആദ്യം നമ്മളൊരു ലോവർ കോർട്ടിൽ കൊടുത്തു, ആ കേസിൽ അതിൻ്റെ വിചാരണ നീതിപൂർവമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ വീണ്ടും ഒരു ഹർജി ഫയൽ ചെയ്യാം. ഇതാണ് സെർട്ടിയോററി. സോ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ആ കേസിൻ്റെ എല്ലാ റെക്കോർഡ്സുകളും സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അതുവരെയുള്ള അതിലൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഒരു വിചാരണ അല്ലെങ്കിൽ ആ കേസിൻ്റെ വാദം കേൾക്കലൊക്കെ തുടങ്ങും. അപ്പോൾ ഇതാണ് സെർട്ടിയോററി എന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതായത് ലാസ്റ്റായിട്ട് പറയുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ കോവാറൻറ്റോ. കോവാറൻറ്റോ മീൻസ് അണ്ടർ വാട്ട് അതോറിറ്റി. വാട്ട് അതോറിറ്റി, എന്തധികാരം, അതാണ് വാട്ട് അതോറിറ്റി എന്നുള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ലാറ്റിൻ വേർഡാണ്. അപ്പോൾ it is a writ issued with a view to restrain a person from acting in public offices to which he is not entitled. അതായത് ഈ റിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് സമയത്താണ് പുറപ്പെടുവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ പേഴ്സൺ അല്ലേ, ഒരു പേഴ്സൺ ടു റിസ്ട്രെയിൻ എ പേഴ്സൺ ഫ്രം ആക്ടിങ് ഇൻ പബ്ലിക് ഓഫീസസ് ടു വിച്ച് ഹീ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ്. അതായത് ഒരു പൊതു ഓഫീസിൽ, അതായത് ഒരു പബ്ലിക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ടാൽ അദ്ദേഹത്തെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹർജിയാണ് എന്ത്, കോവാറൻറ്റോ. This writ is available only in respect of office of public nature. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്,
നേരിട്ട് കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹർജികളൊക്കെ പറഞ്ഞു, ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇത് ഓഫീസുമായിട്ട് അതായത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസ്, പ്രൈവറ്റിനല്ല കേട്ടോ പറയുന്നത്, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഏതെങ്കിലും ഒരു തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിന് യോഗ്യനല്ലാതെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹർജിയാണ് ക്വോ വാറൻറ്റോ ഹർജി. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് ക്വോ വാറൻറ്റോ റിട്ട്. അപ്പോൾ നമുക്കറിയാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് പറയാൻ ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പോൾ അതായത് അവിടെ എന്താണ് ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ സ്വത്തുക്കളുടെയൊക്കെ അധികാരം ആ ഒരു സമയത്ത് അവിടെയുള്ള അത് അതിൻ്റേതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ആളല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കോടതിക്കുണ്ടായ സമയത്ത് കോടതി പുറപ്പെടുവിച്ചതാണ് ഇത് ക്വോ വാറൻറ്റോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പറയണ്ട, അപ്പോൾ അതിനതൊരു ഉദാഹരണം. ഓക്കെ, ക്വോ വാറൻറ്റോ. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് 5 റിട്സുകൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ചിലപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ഈ 5 റിറ്റും കൂടെ ഒന്നിച്ച് ചോദിക്കാം. ഇത് 1 വേർഡ് ആയിട്ടും ചോദിക്കാം കേട്ടോ. ലാറ്റിൻ വേർഡിൻ്റെ ടു ഹാവ് ദ ബോഡി, ദ റിറ്റ്സ് റിലേറ്റഡ് വിത്ത് ടു ഹാവ് ദ ബോഡി, അങ്ങനെ ആ മീനിങ് വരുന്ന റിട്ട് ഏതാണ്, അല്ലെങ്കിൽ വി കമാൻഡ്, അങ്ങനെയൊക്കെ വരുന്ന വെച്ചിട്ടും 1 വേർഡ് ആയിട്ടും. ഇപ്പോൾ ക്വസ്റ്റ്യന് സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് റിട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു ഭാഗം കൂടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് നോട്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, ഇപ്പം ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. The 44th Amendment Act in 1979 has solved the problem by delinking the right to property from the character of fundamental rights. 1979 44-ാം ഭരണഘടനാ അമെൻമെൻറ്റ് പ്രകാരം, ഭേദഗതി പ്രകാരം എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശത്തിനുള്ള അവകാശം എന്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സിലായിരുന്നു, പിന്നെ അത് 44-ാം അമെൻമെൻറ്റ് പ്രകാരം, ആ അമെൻമെൻറ്റ് ഓർക്കണം, 1979 അമെൻമെൻറ്റ് ഉണ്ടാക്കിയത്. Thus it ceases to be a fundamental rights. അതുകൊണ്ട് അതിപ്പോൾ എന്തല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുന്നതല്ല. ബട്ട് ആർട്ടിക്കിൾ 300A, പക്ഷേ അതല്ലെങ്കിൽ കൂടിയിട്ട് ഭരണഘടനയിൽ അതിനൊരു അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തിനുമായി ബേസ് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ബട്ട് ആർട്ടിക്കിൾ 300A, ആർട്ടിക്കിൾ 300A എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഹൗവർ ദ സ്റ്റേറ്റ് ദാറ്റ് നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി സേവ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ അല്ലേ. അതായത് ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഓരോ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള വീട്, സ്ഥലം, അതൊക്കെ സംരക്ഷിക്കേണ്ടത് എന്താണ്, ഒരു സ്റ്റേറ്റിൻ്റെ അധികാരമാണ്. അതായത് ഒരു വ്യക്തിയുടെ സ്ഥലം, അതുപോലെ തന്നെ വീട്, അതൊന്നും മറ്റൊരാൾക്ക് അതിക്രമിച്ചിട്ട് കയറിയിട്ട് സ്വന്തമാക്കാനൊന്നും പറ്റും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അവകാശമാണ്. അതിനെന്തുണ്ട്, സുരക്ഷിതത്വം ഉണ്ട്. അതിൽ ഇങ്ങനെ ഇതുപോലെ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാനുള്ള വകുപ്പും ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 300A പറയുന്നത്. പക്ഷേ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിന്ന് ഒഴിവാക്കി ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയതേ ഉള്ളൂ. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലികമായിട്ടുള്ള അവകാശങ്ങളിൽ പെട്ടതല്ലാന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നമുക്കൊരാളുടെ സ്വത്തും അതുപോലെ തന്നെ വീടും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഒന്നും പിറ്റേ ദിവസം തന്നെ പോയിട്ട് കൈക്കലാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണഘടന പ്രകാരം തന്നെ അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള, അങ്ങനെ ചെയ്ത ആൾ ശിക്ഷിക്കാനുള്ള ഒരു പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിന്ന് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഇവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. 44th അമെൻമെൻ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിന്ന് ഒഴിവാക്കിയ ആ അമെൻമെൻറ്റ് 44th അമെൻമെൻ്റ് ആണ്. ഇപ്പോൾ ഉള്ളത് അത് ലീഗൽ റൈറ്റിലാണ്. ആ ലീഗൽ റൈറ്റിൽ തന്നെ ആർട്ടിക്കിൾ 300A ആണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. എന്തിനെ കുറിച്ചിട്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടീനെ. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റിറ്റ്സുകൾ ഒന്ന് നന്നായിട്ട് നോക്കണം.
ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്.